വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗീയപിതാവാം ദൈവമേ, വേദവിചാരം എന്ന പരമ്പരയിൽ മറ്റൊരു എപ്പിസോഡ് ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാനും ഒരുക്കിയിരിക്കുന്ന മുഖാന്തരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് കേൾക്കുന്ന വചനം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അങ്ങോട്ട് ചേർന്ന് നടക്കുവാനും ദൈവ കൃപയിൽ വളരുവാനും മുഖാന്തരം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീന നടീനക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. നൽകിയിരിക്കുന്ന കൃപയിൽ നിന്ന് വചനം ഘോഷിപ്പാൻ, വചനത്തിൻ്റെ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ അങ്ങ് സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. ആത്മീയമായ പുതിയ ഉണർവ് നൽകി, പുതിയ ദർശനം നൽകി, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അങ്ങോട്ട് ചേർന്ന് നടക്കുവാൻ, ജീവിപ്പാൻ ഈ കേൾക്കുന്ന വചനം മുഖാന്തരം ഒരുക്കണമെന്ന് യേശുവിനകത്ത് ഉപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 13-ാമത്തെ തിരുവചനം. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 9 വേഴ്സ് 13. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്തെന്ന് പോയി പഠിക്കുവിൻ. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിക്കുവാൻ വന്നത് എന്ന് പറഞ്ഞു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഉപദേശങ്ങളിൽ വളരെ വ്യക്തമായും ദൈവം ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് ബോധ്യമാക്കുന്ന തിരുവചനമാണ് നാം ഇവിടെ ഇപ്പോൾ വായിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, പരീശന്മാർ കർത്താവിൻ്റെ പരസ്യ പ്രവർത്തനങ്ങളിൽ സസൂക്ഷ്മം വീക്ഷിക്കുകയും പല സന്ദർഭങ്ങളിലും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. എന്തെന്നാൽ അവർ പണ്ഡിതരാണ്. ദൈവവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുന്നു എന്ന് അഭിമാനിക്കുന്നവരാണ്. ദൈവവചനത്തിൽ പ്രാവീണ്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കർത്താവിൻ്റെ ശിഷ്യന്മാരോട് അവർ ചോദിക്കുകയാണ്. 11-ാമത്തെ വാക്യം, പരീശന്മാർ അത് കണ്ട് അവൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചു. അവർ ചോദിക്കുകയാണ് ശിഷ്യന്മാരോട്, അവരുടെ ഗുരു പാപികളോടും ചുങ്കക്കാരോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തിന്? ഇതിൻ്റെ പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ ലേവിയെ, മത്തായിയെ കർത്താവ് വിളിക്കുന്ന തിരുവചനം നമുക്ക് 9-ാം വാക്യത്തിൽ വായിക്കാൻ കഴിയും. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ളൊരു മനുഷ്യൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ട് എന്നെ അനുഗമിക്കുക എന്നവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. തൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായി തിരഞ്ഞെടുക്കപ്പെട്ട മത്തായി, അവൻ്റെ ജോലി ചുങ്കം പിരിക്കുക എന്നുള്ളതാണ്. ചുങ്കം അല്ലെങ്കിൽ കരം പിരിക്കുക എന്ന് പറയുമ്പോൾ അന്നത്തെ കാലയളവിൽ റോമൻ സൈന്യത്തിനു വേണ്ടി അല്ലെങ്കിൽ റോമ അധികാരത്തിനു വേണ്ടി ആണ് ഈ ചുങ്കം പിരിക്കുന്നത്. അത് യഹൂദന്മാരിൽ നിന്ന് പിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ചുങ്കം, കരം, നികുതി ഒക്കെയും പിരിക്കുന്ന ജോലിയിലാണ് ഈ മത്തായിക്ക് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെയാണ് എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് പറയുകയും കർത്താവിനെ ഉടനെ തന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക്, അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു എന്ന് നമ്മുടെ വായിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിനു മുമ്പ്, യേശുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ യേശുവിൻ്റേതാവുന്ന കരിസ്മ അദ്ദേഹത്തെ ഒരുപക്ഷെ ആകർഷിച്ചിട്ടുണ്ട്. എന്നാൽ അന്ന് ആ കാലയളവിൽ ചുങ്കം പിരിക്കുക എന്നുള്ളത് ഒരു വലിയ സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റിയ ഒരു തൊഴിലാണ്. റോമൻ അധികാരത്തിന് വേണ്ടി ചുങ്കം പിരിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കുന്നതിലധികമായി സാധാരണ ചുങ്കം പിരിക്കുന്നവർ പിരിച്ചെടുക്കും. അതിൻ്റെ ഒരു വിഹിതം അവർ അവരുടെ കീശയിലാക്കും. അതുകൊണ്ട് തന്നെ യഹൂദന്മാർക്ക് ചുങ്കം കൊടുക്കുന്നത് താല്പര്യമില്ല. അത് ന്യായമായതിൽ കൂടുതൽ കൊടുക്കുന്നതിൽ അത്രയും താല്പര്യമില്ലാത്തതുകൊണ്ട് ഈ ചുങ്കം പിരിക്കുന്നവരെ എപ്പോഴും അവർ വെറുത്തിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്രകാരമുള്ള പല വ്യക്തികളെയും നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ജോലി ചെയ്തിരുന്ന മത്തായിയാണ് കർത്താവ് വിളിക്കുകയും കർത്താവിനെ അവൻ അനുധാവനം ചെയ്യുകയും ചെയ്യുന്നത്.
അപ്പോൾ ഉടനെ എന്താണ് സംഭവിക്കുന്നത്? അടുത്ത വചനത്തിൽ വായിക്കണം. അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെയധികം ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിരുന്നു. അപ്പോൾ ഈ മത്തായിയെ വിളിക്കുമ്പോൾ മത്തായി യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം അത് കാണുന്നുണ്ട്. അപ്പോൾ അപ്രകാരം കർത്താവിനെ ക്ഷണിക്കുമ്പോൾ കർത്താവിനോടൊപ്പം മറ്റ് ശിഷ്യന്മാരുണ്ടാകാം. അതോടൊപ്പം തന്നെ മത്തായിയുടെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ ഇവിടെ നാം കാണുന്നു ചുങ്കക്കാരും, വളരെയധികം ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിൽ. അപ്പോൾ ഒരു വലിയ ഒരു വിരുന്ന് പോലെ അവിടെ കർത്താവിനെ ക്ഷണിച്ച് മത്തായിയുടെ സുഹൃത്തുക്കളെയും ക്ഷണിച്ച് അവർ ഒരു വലിയ വിരുന്ന് അവിടെ ഭക്ഷണം അല്ലെങ്കിൽ തയ്യാറാക്കി കൊടുക്കുന്നതായിട്ട് നാം അവിടെ കാണുകയാണ്. അപ്പോഴാണ് പരീശന്മാർ അത് കണ്ടിട്ട് ചോദിക്കുന്നത്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ ന്യായമായൊരു ചോദ്യം, ചുങ്കക്കാരെന്ന് പറയുമ്പോൾ ഞങ്ങളെ പീഡിപ്പിക്കുന്നവരാണ്, അന്യായമായി ഞങ്ങളിൽ നിന്ന് ചുങ്കം പിരിക്കുന്നവരാണ്, പാപികളെന്ന് മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്ന അനേകർ നിങ്ങളോടൊപ്പമുണ്ട്. എന്തുകൊണ്ടാണ് കർത്താവ് അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് യേശു കേട്ടു. യേശു പ്രതികരിക്കുകയാണ്. 12-ാം വാക്യം. യേശു അത് കേട്ടപ്പോൾ, രോഗികൾക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. അപ്പോൾ യേശു വ്യക്തമായി പറയുകയാണ്, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ പാപികളെ തേടിയാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ പൂജാതനായത്. അതാണ് അവൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. അതുകൊണ്ട് അവൻ പറയുകയാണ്, യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത് എന്നുള്ളത് എന്തെന്ന് പോയി പഠിക്കുവിൻ. അപ്പോൾ നാം മനസ്സിലാക്കുക, ഈ മത്തായിയുടെ സുവിശേഷം കർത്താവ് ഈ സംഭവം നടക്കുമ്പോഴൊന്നും രചിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് പോയി പഠിക്കുവാൻ തന്നെ അവിടെ ചോദിച്ച ഈ പരീശന്മാരോട് പറയുമ്പോൾ പഴയ നിയമത്തിൽ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്, നിങ്ങളത് പോയി മനസ്സിലാക്കുക, പഠിക്കുക എന്ന് കർത്താവ് അവരോട് പറയുകയാണ്. ഇത് നാം കാണുന്നത് മീഖായുടെ പുസ്തകം 6-ാം അധ്യായം 6 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പാകെ കുമ്പിടുമ്പോൾ ഞാൻ എന്താണ് കൊണ്ടുവരേണ്ടത്? ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടി അവൻ്റെ സന്നിധിയിൽ ചെല്ലണമോ? 1000 ആട്ടുകൊറ്റന്മാരിലും 10,000 തൈല നദികളിലും യഹോവ പ്രസാദിക്കുമോ? എൻ്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എൻ്റെ ആദിജാതനും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എൻ്റെ ഉദരഫലവും കൊടുക്കണം. ഇവിടെ ഒരു ചോദ്യമാണ്. അതായത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? ഹോമയാഗങ്ങൾ ഒക്കെയും ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. പാപമോചനത്തിനു വേണ്ടി പഴയ നിയമത്തിൽ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യണമോ? അതോ 1000 ആട്ടുകൊറ്റന്മാരിലും 10,000 തൈല നദികളിലും യഹോവ പ്രസാദിക്കുമോ? എൻ്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? അപ്പോൾ ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരം കാണുവാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ കാണുന്നത്. അപ്പോൾ അതിന് മറുപടി 8-ാം വാക്യത്തിൽ നാം കാണുകയാണ്. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നു. അപ്പോൾ ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായി തീരുന്നത് ഈ യാഗങ്ങളെക്കാൾ ഉപരിയായി എന്താണ്? ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ദൈവം പ്രസാദിക്കുന്ന കാര്യം അതാണെന്ന് ഇവിടെ പ്രവാചകൻ പറയുകയാണ്. ഇത് തന്നെയാണ് കർത്താവ് ഈ പരീശന്മാരോട് പറയുന്നത്, നിങ്ങൾ പോയി പരിശോധിക്കുവാൻ. എന്താണ്? യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത്. അപ്പോൾ കരുണ എന്നുള്ളത് യോഗ്യത കൊണ്ട് ലഭിക്കുന്ന ഒരു കാര്യമല്ല, അവകാശം ഉള്ള വ്യക്തിക്ക് ലഭിക്കുന്ന കാര്യമല്ല കരുണ. അവകാശമില്ലാത്ത, യോഗ്യതയില്ലാത്ത, പ്രാപിക്കുവാൻ അർഹതയില്ലാത്തവർക്ക് ലഭിക്കുന്ന കാര്യമാണ് കരുണ. അത് കൊടുക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ അത് ലഭിക്കുവാൻ മറ്റൊരു വ്യക്തിക്ക് സാധ്യമാകുകയുള്ളൂ.
അപ്പോൾ ദൈവം പറയുകയാണ്, യാഗത്തിലല്ല കരുണയിൽ അത്രേ ഞാൻ പ്രസാദിക്കുന്നത്. എന്താണ് നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് എത്രത്തോളം ഈ വചനം പ്രാവർത്തികമാക്കുവാൻ കഴിയാറുണ്ട്? കരുണയിൽ അത്രേ, യാഗത്തിലല്ല എന്ന് പറയുമ്പോൾ, ഇന്നൊരു പക്ഷേ നാം ബലികൾ എന്ന് പറയുമ്പോൾ അങ്ങനെ മൃഗങ്ങളെയും മറ്റും നാം യാഗം അർപ്പിക്കുന്നില്ല. യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവസാന യാഗമായി സ്വയം ബലി അർപ്പിച്ചു. ആ ബലിയിൽ നാം സംബന്ധിക്കുന്നു, ബലി നാം ഓർക്കുന്നു, ബലികളിൽ എല്ലാ ആഴ്ചകളിലും നാം സംബന്ധിക്കുന്നുണ്ട്. പക്ഷേ ആ ബലികളിൽ സംബന്ധിക്കുന്നതോടൊപ്പം നമ്മളിൽ നിന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ എപ്രകാരമുള്ളതായിരിക്കണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. യാഗത്തിലല്ല കരുണയിലത്രേ. അപ്പോൾ കരുണ എന്ന് പറയുമ്പോൾ നാം ചെയ്യേണ്ട, പ്രാർത്ഥിക്കുന്നുണ്ടാകാം, നാം ആരാധനകളിൽ അല്ലെങ്കിൽ വിശുദ്ധ ബലികളിൽ സംബന്ധിക്കുന്നവരാകാം. ഇതൊക്കെ മുറയ്ക്ക് നടക്കുമ്പോഴും നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് സമസൃഷ്ടികളോട് കരുണയുള്ളവരായിരിക്കുവാൻ. എന്നാൽ നാം ദൈവത്തിൻ്റെ കരുണയിലാണ് ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ദൈവത്തിൻ്റെ കരുണയാണ് നമ്മെ നടത്തുന്നത്, നമ്മെ അനുഗ്രഹിക്കുന്നത്. അപ്രകാരം ദൈവത്തിൽ നിന്ന് കരുണ പ്രാപിച്ചു പോകുന്ന നമ്മിൽ നിന്ന് സമസൃഷ്ടികളിലേക്ക് കരുണ ഒഴുകുവാൻ തക്കോണം കഴിയണം എന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ കരുണ സ്വന്തം ഭവനത്തിൽ ആരംഭിക്കണം. കരുണയെന്ന് പറയുമ്പോൾ നാം എല്ലാത്തിനും ചില നിയമങ്ങൾ, ആ നിയമാനുസൃതം ചെയ്യുന്ന സാഹചര്യമാണോ നമ്മുടെ ജീവിതത്തിലുള്ളത്? ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിൻ്റെ സ്വഭാവങ്ങൾ മൂലമാകാം പ്രയാസങ്ങളിലേക്ക് കടന്നു പോകുന്നത്. ഒരുപക്ഷെ മദ്യപാനിയായിരിക്കുന്ന ഒരു വ്യക്തിയാകാം. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ അതുവഴി ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. നാം അവിടെ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? അവൻ കുടിക്കുന്നതുകൊണ്ടാണ്, അവൻ മദ്യപാനി ആയതുകൊണ്ടാണ്, അവനതല്ലാതെ മറ്റൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള പ്രതികരണമാണെങ്കിൽ നമ്മുടെ സമസൃഷ്ടികളോട് നമുക്ക് കരുണയില്ല എന്നതിൽ നിന്ന് നാം മനസ്സിലാക്കുക. എന്നാൽ അപ്രകാരമുള്ളൊരു വ്യക്തിയെ അവിടെ കരുണയുണ്ടാകുമ്പോൾ അവനെ എപ്രകാരമെങ്കിലും ആ വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കുവാൻ തക്കവണ്ണം നമ്മളിലൂടെ അല്ലെങ്കിൽ നമുക്ക് കഴിയും. കർത്താവ് ഇത് ആഗ്രഹിക്കുന്നു, അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വചനത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട് 9-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് മറ്റൊരു സംഭവം നമുക്ക് വായിക്കുവാൻ കഴിയും. ഒരു പക്ഷപാത രോഗിയുമായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന 4 പേരെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ തക്കോണം കഴിയും. പക്ഷപാതം മൂലം നടക്കുവാൻ കഴിയാത്ത അവനെ എടുത്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവർ വരികയാണ്. എന്നിട്ട് ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് അവനെ സൗഖ്യം കൊടുക്കുന്നു. നാം 9-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുകയാണ്, അവിടെ ചിലർ ഒരു പക്ഷപാതക്കാരനെ കിടക്കയോടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട്, മകനെ ധൈര്യമായിരിക്കുക, നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നടക്കുവാൻ കഴിയുകയില്ല, അതുകൊണ്ടാണ് അവനെ കിടക്കയോടെ എടുത്തുകൊണ്ട് വരുന്നത്. അപ്രകാരം കിടക്കയോടെ ഒരു രോഗിയുമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് 4 പേർ വരികയാണ്. കിടക്കയുടെ 4 കോണിലും പിടിച്ച് അവനുമായി വരികയാണ്. നമുക്ക് മറ്റ് സുവിശേഷം വായിക്കുമ്പോൾ അവിടെ വരുമ്പോൾ ആ ഭവനത്തിൽ, യേശു ആയിരുന്ന ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ അവർ മുകളിൽ കയറി മേൽക്കൂര പൊളിച്ച് ആ മേൽക്കൂരയിലൂടെ അവനെ താഴേക്ക് ഇറക്കുന്നതായിട്ടും കർത്താവ് അവന് സൗഖ്യം കൊടുക്കുന്നതായിട്ടും നമുക്ക് വായിക്കുവാൻ തക്കോണം കഴിയും. അപ്പോൾ ഈ കൊണ്ടുവന്ന 4 പേരുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ ഈ പക്ഷപാത രോഗിക്ക് നടക്കാൻ മേല, ഒരുപക്ഷെ അവന് സംസാരിക്കുവാനും പറ്റുകയില്ല. സംസാരിച്ചെങ്കിൽ മാത്രമേ അവൻ യേശുവിനോട് അവൻ്റെ കുറവുകളെ ഏറ്റുപറയുവാൻ തക്കോണം കഴിയുകയുള്ളൂ. പക്ഷേ അവനോട് പറയുകയാണ്, നിൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് നാം മനസ്സിലാക്കുന്നത് അവൻ്റെ പാപം മൂലമായിരുന്നു അവൻ ഇപ്രകാരം ഒരു അവസ്ഥയിലായിത്തീർന്നത്. അപ്പോൾ പാപം നമ്മളെ അപ്രകാരം ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുമെന്നുകൂടി നാം മനസ്സിലാക്കുക. നാം അനുദപിക്കാതെ ഉള്ള പാപങ്ങൾ അപ്രകാരമുള്ള പ്രതിസന്ധിയിലേക്ക് നമ്മെ നയിക്കുവാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുക. എന്നിട്ട് അവനോട് പറയുകയാണ്, മകനെ ധൈര്യമായിരിക്കുക, നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. എന്നാൽ ശാസ്ത്രിമാർ ചിലർ ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് ഉള്ളിൽ പറഞ്ഞു. യേശുവോ അവരുടെ നിരൂപണം ഗ്രഹിച്ചു ചോദിച്ചത്, നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്തിന്? നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ
അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോകുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. ജനക്കൂട്ടം അത് കണ്ട് ഭയപ്പെട്ടു. അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ വായിക്കുകയാണ്. അതിനെ തുടർന്നാണ് ഉള്ള സംഭവങ്ങൾ മത്തായിയെ കർത്താവ് വിളിക്കുകയും പരീശന്മാരോട് ഇപ്രകാരം യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ 4 പേരിൽ നാം കാണുന്നത് ഈ മനുഷ്യനോടുള്ള അവരുടെ കരുണയാണ്. ഈ മനുഷ്യൻ തളർവാദ രോഗിയായിരിക്കുന്ന മനുഷ്യൻ്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടി 4 പേർ. പക്ഷേ ഈ 4 പേരും ഒരു വ്യക്തിയെ ചുമന്നുകൊണ്ട്, പ്രത്യേകിച്ച് തളർവാദ രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവന് ഭാരം കൂടുതലാണ്. അവനെ എടുത്തുകൊണ്ട് പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ 4 പേര് ഒരു പക്ഷേ ഒരേ ഉയരമുള്ളവരായിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ പല ഉയരമുള്ളവരാണെങ്കിൽ ഇത് ബാലൻസ് ചെയ്ത് ഇവനെ ചുമന്നുകൊണ്ട് വരിക എന്നുള്ളത് ശ്രമകരമാകുന്നൊരു കാര്യമാണ്. മാത്രമല്ല, ഇവൻ അടുത്ത് ഉള്ള സ്ഥലത്തു നിന്നാണോ അതോ ദൂരെയുള്ള സ്ഥലത്താണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അവരുടെ സകലതും അവർ ത്യജിച്ച് ഈ ഒരു വ്യക്തിയോട് കരുണയുണ്ടായതിൻ്റെ ഫലമായിട്ടാണ് ഈ വ്യക്തിയുമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവർക്ക് വരുവാൻ കഴിയുന്നത്. അവിടെ വന്നു കഴിയുമ്പോൾ തന്നെ യേശുവിൻ്റെ അടുത്തേക്ക് പോകുവാൻ പോലും ഇവർക്ക് കഴിയാത്ത ഒരു വലിയ തിരക്കുള്ള ഒരു ഭവനമാണ് അവിടെ കാണുവാൻ തക്കോണം കഴിയുന്നത്. എന്നിട്ടും അവരുടെ ഉദ്ദേശശുദ്ധി മൂലം അവർ അവിടെ അവസാനിപ്പിക്കുന്നില്ല. അവർക്ക് വേണമെങ്കിൽ പറയാം, ഇന്ന് സാധ്യമല്ല, ഈ വ്യക്തിയെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് പറഞ്ഞ് അവർക്ക് പുറകോട്ട് മാറാം. പക്ഷെ അവരെന്താണ് ചെയ്യുന്നത്? അവർ ഭവനത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് മുകളിൽ കയറി ഈ വ്യക്തിയെ യേശുവിൻ്റെ അടുത്തേക്ക് ഇറക്കുന്നതായിട്ട് നാം കാണുകയാണ്. അപ്പോൾ ആ 4 പേരുടെ വിശ്വാസം ഒന്ന്, അവർക്ക് ഈ വ്യക്തിയോടുള്ള മനസ്സലിവ്, കരുണ ഒക്കെയുമാണ് നമുക്ക് ഇതിലൂടെ കാണുവാൻ തക്കോണം കഴിയുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇത് വലിയ പാഠമാണ് പഠിപ്പിക്കുന്നത്. ആരാധനകളിൽ മുടങ്ങാതെ സംബന്ധിക്കുന്നവരും നാം വ്യക്തിപരമായും കുടുംബമായൊക്കെയും പ്രാർത്ഥിക്കുന്നവരൊക്കെയുമാണ് എങ്കിൽ പോലും ഇപ്രകാരം മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ നമുക്ക് എത്രത്തോളം കഴിയാറുണ്ട്? പ്രയാസങ്ങളിലായിരിക്കുന്ന, പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എപ്രകാരം നമുക്ക് അവരെ സ്വാധീനിക്കുവാൻ കഴിയും? ഒരുപക്ഷെ പാപം മൂലം ബന്ധനത്തിലായിരിക്കുന്ന വ്യക്തികളാകാം, നമ്മളുമായി ഒരു ബന്ധവുമില്ലാത്ത വ്യക്തികളാകാം. പക്ഷേ സമസൃഷ്ടികളോടുള്ള കരുണ ഇപ്രകാരമുള്ള പ്രവൃത്തിയിലേക്ക് ഒരു വ്യക്തിയെ നയിക്കും എന്നുകൂടി നാം ഇതിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ കർത്താവ് നമ്മളിലൂടെ, എന്നിലും നിങ്ങളിലൂടെ ആഗ്രഹിക്കുന്നത് യാഗത്തിൽ മാത്രമല്ല, യാഗത്തിലല്ല എന്ന് പറയുമ്പോൾ ബലികളിൽ സംബന്ധിക്കരുതെന്നല്ല, അതുമാത്രമല്ല, പിന്നെയോ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക എന്താണ്? സമസൃഷ്ടികളോട് കരുണയുള്ളവരായിരിക്കുക. അവരൊരു പക്ഷേ പാപികളാകാം, അവരൊരു പക്ഷേ ഈ ചുങ്കക്കാരെന്ന് പറയുമ്പോൾ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹത്തെ അധികമായി പീഡിപ്പിക്കുന്നവരാകാം. ആരായിരുന്നാലും അവർ ദൈവസൃഷ്ടികളാണ്, ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവരുടെ മാനസാന്തരത്തിനായി, അവരുടെ നന്മയ്ക്കായി, അവർ യേശുവിലേക്ക്, വിശ്വാസത്തിലേക്ക് വരുന്നതിനായി ഉള്ള പ്രവർത്തനമാണ് നാം ബലികളിൽ സംബന്ധിക്കുമ്പോഴും നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടതെന്ന് തിരുവചനത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതാണ് പരീശന്മാരോട് കർത്താവ് പറയുന്നത്. മുമ്പുള്ള തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, അവിടെ ശാസ്ത്രിമാർ, അവർ കർത്താവ് ഇപ്രകാരം പറയുമ്പോൾ അവർ ഉള്ളിൽ വിചാരിക്കുന്ന ദൈവദൂഷണം പറയുന്നു എന്ന് നാം വായിച്ചു. അപ്പോൾ യേശു അവരുടെ നിരൂപണം മനസ്സിലാക്കി അവരുടെ ഹൃദയത്തിൽ നിരൂപിക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുന്നതായിട്ട് നമുക്കവിടെ കാണുവാനൊക്കെ കഴിയും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും നാം നിയമങ്ങൾ അതുപോലെ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുന്നവരാണ്. പലപ്പോഴും ദൈവം നമ്മളിൽ നിന്ന് അടിസ്ഥാനപരമായി എന്താഗ്രഹിക്കുന്നു എന്ന് ചിന്തിപ്പാൻ നമുക്ക് കഴിയാറില്ല. നാം മറ്റൊരു സന്ദർഭത്തിൽ യേശു ഒരു ഉപമ പറയുന്നുണ്ട്, നല്ല ശമരിയാക്കാരൻ്റെ. അവിടെ എന്താണ്? കരുണയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ 2 പേർ, ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന 2 പേർ കടന്നു പോകുമ്പോൾ അർത്ഥപ്രാണനായി കഴിയുന്ന വ്യക്തിയെ കണ്ട് അവർ മറുവശത്തേക്ക് മാറി നടന്ന് അവർ കണ്ടില്ല എന്ന് ഭാവേന മുമ്പോട്ട് പോകുന്നതായിട്ട് നാം വായിക്കുമ്പോൾ, അവിടെ മറ്റൊരു വ്യക്തി, ശമരിയാക്കാരൻ, യഹൂദനല്ലാതിരിക്കുന്ന ഒരു വ്യക്തി അതിലെ കടന്നു വരികയും ഈ അർത്ഥപ്രാണനായി കൊള്ളക്കാരുടെ പ്രഹരങ്ങളാൽ ഏറെ കഷ്ടതയിലായിരിക്കുന്ന വ്യക്തിയെ ചുമന്നുകൊണ്ട്
ഒരു സത്രത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ എന്തൊക്കെ കഴിയും. കർത്താവ് അവരോട് ചോദിക്കുകയാണ്, ഇതിൽ ആരാണ് നന്മ ചെയ്തത്? അപ്പോൾ ദൈവിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന, ദേവാലയ ശുശ്രൂഷ ചെയ്തിരുന്ന, എല്ലാ കാര്യങ്ങളും മുറ പോലെ മുടങ്ങാതെ ചെയ്തുകൊണ്ടിരുന്ന 2 വ്യക്തികളെക്കാൾ ഉപരിയായി ശമരിയാക്കാരനായ ഒരു വ്യക്തി ചെയ്തത് ആണ് എന്ന് അവിടെ ആ ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇത് നമുക്ക് വലിയ മാതൃകയാണ്. നാം പലപ്പോഴും യാഗങ്ങൾ എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ യാഗമെന്നുള്ളത് കർത്താവ് നമുക്കായി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്ന ഓർമ്മയാണ് യാഗം. പഴയ നിയമത്തിലെ യാഗം യേശുവിൻ്റെ ക്രൂശ് മരണത്തോടെ അവസാനിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞ് സ്ഥാപിച്ച വിശുദ്ധ ബലിയുടെ ഓർമ്മയാചരണമാണ് ഇന്ന് നാം യാഗമായി അർപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അതിലൊക്കെയും ദൈവം പ്രസാദിക്കുവാൻ തക്കവണ്ണം നാം മുടങ്ങാതെ അതിൽ സംബന്ധിക്കുകയും വളരെ പ്രാധാന്യം അത് നൽകുകയും ചെയ്യുമ്പോൾ പലപ്പോഴും നാം മറന്നു പോകുന്നത് നമ്മുടെ സമസൃഷ്ടികളോട് കരുണയുള്ളവരായിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അത് കുടുംബജീവിതത്തിൽ ഭാര്യയോട് ഭർത്താവിന് കരുണയുണ്ടാകണം, ഭർത്താവിന് ഭാര്യയോട് കരുണയുണ്ടാകണം. കുടുംബജീവിതത്തിൽ അത് ആരംഭിക്കണം. അപ്രകാരം നാം ആരംഭിക്കുമ്പോൾ അത് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക്, നമ്മുടെ സുഹൃത്തുക്കളിലേക്ക്, സ്നേഹിതർ അല്ലെങ്കിൽ നമ്മോട് ഒപ്പം വസിക്കുന്നവരിലേക്ക് അപ്രകാരം കരുണയോടുകൂടി പ്രവർത്തിക്കുവാൻ കൊണ്ട് നമുക്ക് കഴിയും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മീഖാ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ നാം വായിച്ചു, മനുഷ്യ, നല്ലതെന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നു. അപ്പോൾ മറ്റൊരു വ്യക്തിയോട് കരുണയുണ്ടാകണമെങ്കിൽ പരമപ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ എളിമയുണ്ടാകണം. എളിമ എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും എളിമ നഷ്ടപ്പെടുന്നത്, ഹൃദയത്തിൽ നാം അറിയാതെ അഹങ്കാരം വരുന്നത് ഈ ലോകത്തിൻ്റെ പലതും നേടുമ്പോഴാണ്. ഒന്നുമില്ലാത്തവരായി വന്ന നാം ഈ ലോകത്തിൽ പലതും നേടിക്കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എളിമ നഷ്ടപ്പെടും. അഹങ്കാരം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ദൈവമാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും എളിമയുള്ളവനായി ജീവിക്കുവാൻ കോണം കഴിയും. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും മറ്റുള്ളവരുടെ ഭാരങ്ങളെ മനസ്സിലാക്കുവാനും പ്രയാസങ്ങളായിരിക്കുന്നവരോട് മനസ്സിലുള്ളവരായിരിക്കാനും കരുണയുള്ളവരായിരിക്കാനും കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളതൊക്കെയും ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ള ചിന്തയും ആ എളിമയിൽ നാം ജീവിക്കുകയും ചെയ്യുമ്പോഴാണ്. ആ എളിമയില്ലാതെ ഒരു വ്യക്തിയോടും കരുണ കാണിക്കുവാൻ കൊണ്ട് നമുക്ക് കഴിയുകയില്ല. അപ്പോൾ നമുക്ക് ഒരു വ്യക്തിയോട് കരുണ അല്ലെങ്കിൽ മനസ്സിലുമില്ല എങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ എളിമയില്ല. മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ, മറ്റുള്ളവരെ വിധിക്കുവാൻ ആണ് നാം ശ്രമിക്കുന്നതെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ ഹൃദയത്തിൽ എളിമയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് പരമപ്രധാനമായും കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവ് അതാണ് നമുക്ക് മാതൃകയായി നൽകിയത്. പരീശന്മാരോടും ചുങ്കക്കാരോടൊപ്പം അവൻ ഭക്ഷണത്തിനിരിക്കുന്നത് അവരെയും നേടുവാൻ തക്കവണ്ണം ആണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കാരണം അവിടെ ഒരു ചോദ്യം കർത്താവ് ഉന്നയിക്കുന്നില്ല. നിങ്ങൾ ഇന്ന പാപം ചെയ്തുവോ, ഇന്നത് നിങ്ങൾ അനർഹമായിട്ടുള്ളത് നിങ്ങൾ ചുങ്കം പിരിച്ചെടുത്തുവോ എന്നുള്ളൊരു ചോദ്യവുമില്ല. കർത്താവിൻ്റെ മനസ്സലിവ് അവരെയൊക്കെ നേടുവാൻ തക്കവണ്ണം മുഖാന്തരമായി തീരണം. കർത്താവ് തൻ്റെ ശിക്ഷഗണത്തിലേക്ക് ചേർക്കപ്പെട്ട ഒരാളാണ് മത്തായി. അവൻ ചുങ്കക്കാരനാണ്, അന്യായമായി നികുതി പിരിക്കുന്നവനാണ്. അവനെപ്പോലും തൻ്റെ ശിക്ഷഗണത്തിലേക്ക്, അപ്പോസ്തല പദവിയിലേക്ക് കർത്താവ് ചേർക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. നമുക്ക് സഖായിയുടെ അനുഭവം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. സഖായെ, വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിൻ്റെ ഭവനത്തിൽ രാപാർക്കേണ്ടതാകുന്നു എന്ന് പറയുമ്പോൾ സഖായി അന്യായമായി സ്വത്ത് സമ്പാദിച്ചവനാണ്. അവൻ നേടിയതൊക്കെയും അന്യായമായി നേടിയതാണ്. അവൻ്റെ ഭവനത്തിലേക്ക് യേശു കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോയപ്പോൾ സഖായി അവൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ കർത്താവിനോട് ഏറ്റുപറയുകയാണ്. അന്യായമായി പിടിച്ചെടുത്തൊക്കെയും ഞാൻ തിരികെ നൽകും, എൻ്റെ സ്വത്തിൻ്റെ നല്ലൊരു ഭാഗം ഞാൻ വിധിച്ചു കൊടുക്കുമെന്ന് പറയുന്ന ഒരു സാഹചര്യം നമുക്കവിടെ കാണുവാൻ തക്കോണം കഴിയും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇതാണ് യേശു നമ്മുടെ ജീവിതത്തിലൂടെ ആഗ്രഹിക്കുന്നത്. നാം വിശുദ്ധ ബലികളിൽ മുടങ്ങാതെ സംബന്ധിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആരാധനകളിൽ സംബന്ധിക്കുന്നതുകൊണ്ടോ മാത്രം ഒരിക്കലും ദൈവത്തിന് പ്രസാദകരമായി ആണ് ജീവിക്കുന്നത് നമുക്ക് അവകാശപ്പെടുവാൻ കഴിയുകയില്ല. ദൈവത്തിന് പ്രസാദകരമായി തീരുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതോടൊപ്പം എന്ന് പറയുമ്പോൾ വിശുദ്ധ ബലികളിൽ സംബന്ധിക്കുന്നതോടൊപ്പം
നാം സമസൃഷ്ടികളോട് കരുണയുള്ളവരായിത്തീരുക. ഇതാണ് 10 കൽപ്പന സംക്ഷിപ്തമായ 2 കൽപ്പനയായിട്ട് യേശു നമുക്ക് നൽകിയത്. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക എന്നുള്ള ആദ്യ കൽപ്പനയോടൊപ്പം തന്നെ പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക, സമസൃഷ്ടികളെ സ്നേഹിക്കുക എന്നുള്ള 2ാമത്തെ കൽപ്പനയും യേശു നമുക്ക് നൽകുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് യേശുവിന് പ്രസാദകരമായൊരു ജീവിതം നയിപ്പാൻ ഈ ഭൂമിയിൽ നമുക്ക് കഴിയുന്നത്. അവിടെയാണ് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമുക്ക് മുഖാന്തരം ഒരുക്കപ്പെടുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കഷ്ടതയിൽ അനുഭവിക്കുന്ന, വേദനയിലായിരിക്കുന്ന, പ്രയാസത്തിലായിരിക്കുന്ന അനേകരെ നമ്മുടെ ചുറ്റുപാടുകളുള്ളപ്പോൾ അവരെ കണ്ടിട്ട് കാണാത്തവരെ പോലെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ, നമ്മൾ ആത്മീയമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും മുറ പോലെ മുമ്പോട്ട് ചെയ്യുന്നവരാണെങ്കിൽ, ഇത് ഇല്ല എങ്കിൽ ഒരിക്കലും നമ്മുടെ ആത്മീയ ജീവിതം പൂർണ്ണമാകുകയില്ല എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നതോടൊപ്പം, ബലികളിൽ സംബന്ധിക്കുന്നതോടൊപ്പം, ആരാധനകളിൽ സംബന്ധിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ സമസൃഷ്ടികളോട് മനസ്സലിവുള്ളവരായി, അവരോട് കരുണയുള്ളവരായി, അവരെ കരുതുന്നവരായി, അവരെ ഈ 4 പക്ഷാഘാത രോഗിയുമായ 4 പേര് യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നതുപോലെ അപ്രകാരമുള്ളവരെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാനുള്ളൊരു അന്തർദാഹം, ഒരു മനസ്സലിവ് നമുക്കുണ്ടാകട്ടെ. അപ്രകാരം നമ്മുടെ ആത്മീയ ജീവിതത്തെ ധന്യപ്പെടുത്താം. ഈ വചനം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു പുതിയ ദർശനം നൽകി ദൈവകൃപയിൽ മുമ്പോട്ട് പോകാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് അതിനായി നമ്മെ പ്രചോദിപ്പിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.